ഹലോ എവരിവൺ, നമ്മളിന്ന് ഓടിക്കുന്ന വണ്ടി പുതിയ സ്വിഫ്റ്റ് ആണ്. ഇന്ത്യയിലെ 4th ജനറേഷൻ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. യൂഷ്വലി ഒരു സ്വിഫ്റ്റ് ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ആസ് ഇൻ അതൊരു ഗെയിം ചേഞ്ചറാണ്. പലപ്പോഴും ആ സെഗ്മെൻറ്റിൽ പല വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ഓരോ ജനറേഷനും ഭയങ്കര വലിയൊരു ലീപ്പായിരുന്നു. ഫസ്റ്റ് ജെൻ വെൻ ഇറ്റ് വാസ് ലോഞ്ച് 2005. അന്ന് ദാറ്റ് വാസ് റെവല്യൂഷണറി. അന്ന് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ടായിരുന്നു, ABS ഉണ്ടായിരുന്നു, എയർ ബാഗ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ അന്ന് നമ്മൾ വേറെ വണ്ടികളൊന്നും കേട്ടുകേൾവിയില്ലാത്ത പോലത്തെ ഫീച്ചേഴ്സാണ്. മാരുതിയിൽ പ്രത്യേകിച്ചും. കാരണം മാരുതി അതുവരെ വിറ്റത് 90കളിലെ പല കാറുകളും, ഇപ്പോൾ എസ്റ്റീമും ബലേനോ ഒക്കെ ആയിരുന്നു അന്ന് അവരുടെ ഫ്ലാഗ്ഷിപ്പ് വണ്ടികൾ. അത് ഓടിക്കാനുള്ള ഫീലും അതൊരു ഭയങ്കര ഗോക്കാർട്ട് പോലത്തെ ഒരു ഹാൻഡ്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എഞ്ചിന് ആഡിക്വേറ്റ് പവർ ഉണ്ടായിരുന്നു. ആദ്യം വന്ന G13 എഞ്ചിൻ, നമ്മൾ എസ്റ്റീമിൽ നിന്ന് എടുത്ത് വെച്ച എഞ്ചിനൊക്കെ ഇറ്റ് ഹാഡ് ഡീസൻറ്റ് പെപ്പ്. അത്യാവശ്യം ഒരു ഫൺ വണ്ടിയായിരുന്നു അന്ന് ഇറങ്ങിയ സമയത്ത്. ആൻഡ് അത് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് ജനറേഷൻ കിട്ടി. ഫസ്റ്റ് ജെൻ്റെ ഹാൻഡ്ലിംഗ് ഒക്കെ അതുപോലെ തന്നെ കീപ്പ് ചെയ്തു, വിത്ത് ബിറ്റ് മോർ സ്റ്റെബിലിറ്റി. അപ്പോൾ നമുക്ക് ഹൈവേയിൽ സ്ട്രേറ്റ് ലൈനിലൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടിയും വണ്ടി ഒരു യൂറോപ്യൻ ക്യാരക്ടറും കൂടിയും കാണിച്ചിരുന്നു. ഇൻറ്റീരിയേഴ്സൊക്കെ കുറേ കൂടി ഇമ്പ്രൂവ്ഡ് ആയിരുന്നു, റാറ്റിൽസ് ഒക്കെ കുറവായിരുന്നു. നമ്മൾ സ്വിഫ്റ്റിൻ്റെ ഒരു ഡിസൈൻ എവല്യൂഷൻ എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പലരുടെയും ഫേവറേറ്റ് സെക്കൻഡ് ജനറേഷൻ ആയിരുന്നു. ഞാൻ ആക്ച്വലി ഒരു സെക്കൻഡ് ജനറേഷൻ വാങ്ങിച്ചിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ. പിന്നീട് നമുക്ക് 2018 വി ഗോട്ട് ദ തേർഡ് ജനറേഷൻ ഒന്നും കൂടി ഒന്ന് വാട്ടർ ഡൗൺ ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷനും കണ്ട ഡീറ്റെയിൽസ് പലതും അതിലൊന്ന് ടോൺ ഡൗൺ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി കർവിയർ സ്റ്റൈലിങ്ങിലേക്ക് പോയി. ഈ വണ്ടി നമ്മൾ ടോട്ടലി ന്യൂ ആണെന്ന് വിചാരിച്ചാലും ആക്ച്വലി പ്രീവിയസ് ജനറേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇത് അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ ബേസ്ഡ് ഇറ്റ് ഔട്ട് ഓൺ ദ തേർഡ് ജനറേഷൻ. ഇപ്പോൾ സുസുക്കി അത് ഇൻ്റർനാഷണലി പല വണ്ടികളും ചെയ്യാറുണ്ട്. ഇപ്പോൾ കറണ്ട് എസ് ക്രോസ് ഇപ്പോൾ പുറത്ത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വിൽക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ പ്രീവിയസ് എക്സ് ക്രോസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ അവരൊരു കോസ്റ്റ് സേവിങ് മോഡിലാണ് പോകുന്നത്. ഇപ്പോൾ ഹൈബ്രിഡ് കാറുകളുടെ ഡെവലപ്മെൻറ്റും അതുപോലെ ഇലക്ട്രിക്കിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ അപ്പുറത്ത് പാരലലി നടക്കണമുണ്ട്. സുസുക്കി എക്സിസ്റ്റിംഗ് മോഡൽസിനൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് പ്രീവിയസ് ജനറേഷൻ ഷാസി ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു പീരീഡിൽ നമുക്ക് കാണാൻ പറ്റും പല മാനുഫാക്ചറേഴ്സ് ഈ ഒരു സ്ട്രാറ്റജി എടുക്കേണ്ട. ആരും ഓൾ ന്യൂ കാർസ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. മിക്കവാറും എല്ലാം പ്രീവിയസ് ജനറേഷനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റ് പോലെ 5-6 കൊല്ലത്തേക്ക് ഓടിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാ മാനുഫാക്ചറേഴ്സും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചേഞ്ചസിലേക്ക് വരാം. നമുക്ക് ഇതിൻ്റെ സ്റ്റൈലിംഗ് കുറച്ച് മാറിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ ആദ്യം ശ്രദ്ധ പോകുന്നത് ആ ബോണ്ടിൻ്റെ ഷട്ട് ലൈനാണ്. ഒരു ക്ലാം ഷെല്ല് പോലത്തെ ഒരു ബോണ്ട് വന്നു. ബോണ്ടിൻ്റെ ആ ഷട്ട് ലൈൻ വണ്ടിയുടെ ചുറ്റും ഇങ്ങനെ കറങ്ങി പോകുന്നുണ്ട്. അതൊരു 2 പീസാക്കിയിട്ട് നമുക്ക് എൻ്റെ മനസ്സിലായി കാണുമ്പോൾ മറ്റേ ജാപ്പനീസ് ടീപോട്ടിൻ്റെ കപ്പ് പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. ഇപ്പോൾ കണ്ട് വലിയ കുഴപ്പമില്ലാണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ഒരു എലമെൻ്റ് ഒന്നുമല്ല. പണ്ട് നമ്മളൊരു മിനി കൂപ്പർ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സ്റ്റൈലിംഗ് നമ്മൾ എല്ലാ സ്വിഫ്റ്റിലും കണ്ടിരുന്നു. അതിപ്പോൾ കുറച്ച് ഇവോൾവ് ചെയ്ത് ഈ ഒരു സ്റ്റൈലിലേക്ക് ആയിട്ടുണ്ട്. ഹെഡ് ലാംപ്സിൻ്റെ ബേസിക് ഷേപ്പൊക്കെ പഴയതുപോലെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ടോപ്പ് പാർട്ട് ഈ ഒരു ലൈൻ കാരണം ഇങ്ങനെ കട്ട് ചെയ്ത് പോയ പോലത്തെ ഒരു ഫീൽ ഉണ്ട്. ടെയിൽ ലാംപ്സിലും നമുക്ക് കാണാൻ പറ്റും മോൾവശം ഇങ്ങനെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ടെയിൽ ലാംപ്സിനൊക്കെ ഒരു ഡാർക്ക് ഫിനിഷാണ് ഉള്ളിൽ കൊടുത്തേക്കുന്നത്. പണ്ട് സ്വിഫ്റ്റൊക്കെ മേടിച്ചിരുന്നവർ അവരുടെ ഫാക്ടറി ടെയിൽ ലാംപ്സ് മാറ്റി കുറച്ച് സ്മോക്ഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ഫിനിഷൊക്കെ ഉള്ള ടെയിൽ ലാംപ്സ് വെക്കുമായിരുന്നു. അപ്പോൾ മാരുതി വിചാരിച്ച് നിങ്ങൾക്ക് അതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പിന്നെ അത് സ്റ്റാൻഡേർഡ് ആക്കിയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അത് കൊടുത്തിട്ടുണ്ട്. വളരെ ജനകീയമായൊരു കമ്പനിയാണ്. എന്നും ജനങ്ങളോടൊപ്പം എന്നാണ് മാരുതിയുടെ ഒരു രീതി. ആളുകൾക്ക് എന്താ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതാണ് മാരുതിയുടെ ഒരു രീതി, സേഫ്റ്റി വെച്ച്. അതുപോലെ തന്നെ പലരും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ബാക്കിലെ ഡോർ ഹാൻഡിൽ. അത് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. മുന്നേ നമുക്കറിയാം C പില്ലറിൻ്റെ അവിടെ ബാക്കിലത്തെ ഡോറിൻ്റെ മോൾ വശത്തായിട്ടായിരുന്നു. അതൊരു 3 ഡോർ ലുക്ക് കൊടുക്കാൻ വേണ്ടി അന്ന് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലായി ആ ഡോർ ഹാൻഡിൽ ഉപയോഗിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഒരാളോട് വേഗം കയറിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഡോർ ഹാൻഡിൽ കിടന്ന് തപ്പും. അപ്പോൾ സുസുക്കിക്ക് തന്നെ തോന്നി അത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വിചാരിച്ചു ഡോർ ഹാൻഡിൽ കൺവെൻഷണൽ പൊസിഷനിൽ തന്നെ നമുക്ക് വേറെ വെച്ചേക്കാം എന്നുള്ളത്. ബാക്കിൽ നമുക്ക് കുറേ മാറ്റങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ അലോയ് വീൽസ് ഇൻ്റർനാഷണലി 16 ഇഞ്ചാണ്. നമുക്കിവിടെ കിട്ടുന്ന 15 ഇഞ്ച് വീൽസാണ്. ഒരു ഡയമണ്ട് കട്ട് ഡിസൈനാണ്. വലിയ ഭംഗിയൊന്നുമില്ല, ബട്ട് ഓക്കെ, ഡസ് ദ ജോബ് എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രണ്ടിൽ നമുക്കൊരു ഹെക്സഗണൽ മെഷ് ഗ്രിൽ വരുന്നുണ്ട്. അതിനൊരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് എൻഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മസറാട്ടി ഗ്രേക്കാലയുടെ ഒക്കെ പോലത്തെ ഒരു ചായ ഉണ്ട്. കുറേ മീംസൊക്കെ ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫോർഡ് പ്യൂമയുടെ ഒക്കെ ചായ എവിടെയൊക്കെയോ ഉണ്ട്. പക്ഷേ ഓവറോൾ ഒരു നീറ്റ് ഡിസൈനാണ്. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അനാവശ്യമായ ഡീറ്റെയിൽസ് ഒന്നുമില്ല. പഴയ സ്വിഫ്റ്റിലത്തെ പോലെ ഒരു എക്സ്റ്റെൻഡഡ് ബിറ്റൊന്നും ഗ്രില്ലിൻ്റെ താഴെ കൂടെ പോകുന്നില്ല. ലോവർ ഹാഫിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു എയർ ഡാം കാണാം. ബമ്പർ വളരെ ക്ലീനാണ്. നമുക്ക് വേറെ വലിയ ഡിസൈൻ ഫ്ലറിഷസ് ഒന്നും ഇല്ലാണ്ട് ഒരു നീറ്റായിട്ടുള്ളൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ബമ്പറാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സ്വിഫ്റ്റ് സ്പോട്ട് ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ളൊരു ബമ്പർ നമുക്ക് കിട്ടും. അന്നേരം ഇറ്റ് വിൽ ലുക്ക് ഈവൻ ബെറ്റർ. ഉള്ളിലേക്ക് വരുമ്പോഴും നമുക്ക് പഴയ സ്വിഫ്റ്റിന് ബേസ് ആയിട്ടുള്ള പോലത്തെ ഒരു ഇൻറ്റീരിയർ ആയിട്ട് നമുക്ക് തോന്നും. ഡയമെൻഷനലി കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. നമ്മൾ പഴയ സ്വിഫ്റ്റിൽ കയറുന്ന പോലത്തെ ഒരു തന്നെ ഒരു ഫീലിംഗ് ആണ്. സീറ്റ്സൊക്കെ അതുപോലെ തന്നെയാണ്. ഓൾമോസ്റ്റ് സിമിലർ പാഡിങ്ങും ഇതൊക്കെയാണ്. സീറ്റിംഗ് പൊസിഷനും യാതൊരു വ്യത്യാസമില്ല. ഡാഷ്ബോർഡ് മാറിയിട്ടുണ്ട്. പഴയ സ്വിഫ്റ്റിൻ്റെ ഡാഷ്ബോർഡ് കുറേ കൂടി സിംപ്ലർ ആയിരുന്നു. 2 സർക്കുലർ വെൻസ് ആയിരുന്നു. അതിൻ്റെ താഴെ ഒരു സ്ക്രീൻ ആയിരുന്നു. അത് മുഴുവൻ മാറി കുറച്ചും കൂടി ഒരു ലെയേർഡ് സർഫസുകൾ വന്നു. മൾട്ടിപ്പിൾ ലെയേഴ്സായിട്ട് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ച പോലത്തെ ഒരു ഡാഷ്ബോർഡാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഷേപ്പാണ്. എന്നാലും പഴയത് ഭയങ്കര സിമ്പിളായിരുന്നു എന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടും. നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു വലിയ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അത് വിഷനൊന്നും ബ്ലോക്ക് ചെയ്യുന്നില്ല. ഐ ലെവലിൻ്റെ താഴെയാണ്. ബലേനോയിലും ഫ്രോങ്സിലൊക്കെ ഉള്ള സെയിം സ്ക്രീനാണ്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ബലേനോയിലുള്ള സെയിം AC വെൻസ് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ തന്നെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ പാനലും നമുക്ക് കാണാം.
ഇന്റർനാഷണലി ഇതിന് ഡ്യുവൽ ടോൺ വരുന്നുണ്ട്. ഇതിൻ്റെ ലോവർ ഹാഫ് ഒക്കെ ഒരു വൈറ്റ് പോലത്തെ ഒരു ഷെയ്ഡാണ്. അതുപോലെ ഈ ഒരു എക്സ്റ്റൻഷൻ അതുപോലെ ഡാഷ്ബോർഡിൻ്റെ ആ മുകളിലുള്ള ആ ഭാഗത്തൊക്കെ ഒരു ഓഫ് വൈറ്റ് കളറൊക്കെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓൾ ബ്ലാക്ക് ഡാഷ്ബോർഡാണ് എക്സെപ്റ്റ് ഫോർ ദിസ് സിൽവർ സ്ട്രിപ്പ് ഹിയർ. മുന്നേ ഉള്ള സെയിം സ്റ്റിയറിംഗ് വീലാണ്. ഗേജ് ക്ലസ്റ്റർ മാറിയിട്ടുണ്ട്. മുന്നേ 2 ട്വിൻ പോർട്സ് പോലത്തെ ഒരു ഗേജ് ക്ലസ്റ്റർ ആയിരുന്നു, കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ കുറച്ച് ബേസിക് ആയ പോലെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള ടാക്കോമീറ്ററിന് ഒരു സിൽവർ റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് അത് ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു സാധനം മിസ്സിങ് പോലെ തോന്നുന്നുണ്ട്. ടെമ്പറേച്ചർ ഗേജും ഫ്യൂൽ ഗേജും അതിൻ്റെ അടിയിൽ തന്നെ ചെറിയ 2 ഗേജ് ആയിട്ട് കൊടുത്തേക്കാണ്. നമുക്കൊരു കളർ TFT ഡിസ്പ്ലേ ഉണ്ട്. ഈ സെൻറ്റർ കൺസോളും അവർ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡർ ഉണ്ട്. ഇവിടെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഗിയർ ലിവറിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ ഒരു ഫോണൊക്കെ വെക്കാവുന്ന പോലത്തെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ 2 USB സ്ലോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം USB-A ആണ്, ഒരെണ്ണം USB-C ആണ്. ഇവിടെ വീണ്ടും ഫോൺ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്ലോട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് AC വെൻസ് വന്നിട്ടുണ്ട്. ഇതുവരെ സ്വിഫ്റ്റിനൊന്നും AC വെൻസ് ഉണ്ടായിരുന്നില്ല. ഈ സീറ്റ്സ് അത്യാവശ്യം സപ്പോർട്ടീവാണ്. 3rd ജനറേഷൻ ഇറങ്ങിയപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു ഇതിനൊരു റിക്കാരോൻ്റെ ഒക്കെ പോലത്തെ ഒരു ഡിസൈനാണ്. ഇവിടെ 2 എക്സ്ട്രാ സപ്പോർട്ട് ചെയ്യുന്ന ബിറ്റ്സ് ഉണ്ട്. നമുക്ക് ഫാസ്റ്റായിട്ട് കോർണർ ചെയ്യുന്ന സമയത്തൊക്കെ അത് യൂസ്ഫുൾ ആണ്. കാരണം നമുക്കൊന്ന് അതുമേലേക്ക് ലീൻ ചെയ്യാം. ഓവറോൾ സീറ്റിംഗ് പൊസിഷൻ വളരെ നല്ലതാണ്. നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ നല്ല വിസിബിലിറ്റി ഉണ്ട്. മിറേഴ്സൊക്കെ പ്രീവിയസ് ജനറേഷൻ്റെ സെയിം ആണ്. വേറെ സിമിലാരിറ്റി നമ്മൾ കാണുന്ന ബാക്ക് സൈഡിലാണ്. ബാക്ക് സൈഡിലും കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. പ്രീവിയസ് ജനറേഷൻ്റെ പോലെ തന്നെയൊക്കെയാണ്. സീറ്റൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. 3 പേർക്ക് കഷ്ടിയിരിക്കാനുള്ള വീതിയേ ഉള്ളൂ. നിങ്ങൾക്ക് ബാക്ക് സീറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബൈ ദ ബലേനോ. ബാക്ക് സൈഡിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഡോറിൻ്റെ ആ ഒരു അപ്പർ പാർട്ടിലായിരുന്നു ഡോർ ഹാൻഡിൽ. അപ്പോൾ അവിടെ ഒരു ക്ലോസ്ഡ് പോലത്തെ ഒരു ഏരിയ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടായിരുന്നു. കുറച്ച് വിഷൻ ബ്ലോക്ക് ചെയ്യണ പോലത്തെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടിയും ഔട്ട്വേർഡ് വിസിബിലിറ്റി കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഇരിക്കുമ്പോൾ കുറച്ചും കൂടിയും ക്യാബിൻ ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട്. ബൂട്ട് സ്പേസിലും കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. മുന്നേയും 268 ലിറ്റേഴ്സ് തന്നെയായിരുന്നു തോന്നുന്നു. കണ്ടിട്ട് ആ ലോഡിംഗിൽ ഇപ്പോൾ ഒരു ഇച്ചിരി കൂടി താഴ്ന്ന പോലെ ഉണ്ട്. അതാണ് ആകെയുള്ളൊരു വ്യത്യാസം. മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ പുതിയൊരു എഞ്ചിൻ കിട്ടുന്നുണ്ട്. നമുക്ക് മുന്നേ K12 ആയിരുന്നു, നമുക്കിപ്പോൾ Z12 ആയിട്ടുണ്ട്. പുതിയ എഞ്ചിൻ എന്ന് പറയുമ്പോൾ അത്ര എക്സൈറ്റഡ് ഒന്നും ആവണ്ട. മുന്നേ 4 സിലിണ്ടർ ആയിരുന്നു, ഇപ്പോൾ 3 സിലിണ്ടർ ആയി. 1200 cc തന്നെയാണ്. കപ്പാസിറ്റി ഒക്കെ സെയിം ആണ്. പക്ഷേ നാലൊരു സിലിണ്ടർ പോയത് നമുക്കൊരു വിഷമമാണ്. സ്വിഫ്റ്റ് എന്നും 4 സിലിണ്ടർ ആയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ താഴെയുള്ള സെലേറിയോയും അങ്ങനത്തെ വണ്ടികളൊക്കെ ആയിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 4 സിലിണ്ടർ ആയിരുന്നു എന്നുള്ളതാണ്. ആൻഡ് അതൊരു കിടിലൻ എഞ്ചിനായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഐട്രേഷനിൽ നമ്മൾ കണ്ടു അതിന് ഡ്യുവൽ ജെറ്റും ഡ്യുവൽ VVT ഒക്കെ വന്ന സമയത്ത് നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു എഞ്ചിനായിരുന്നു. അത്യാവശ്യം ഫണ്ണായിരുന്നു. നല്ല പെർഫോമൻസും ഉണ്ടായിരുന്നു, നല്ല ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ടായിരുന്നു, നല്ല റിഫൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ആൻ ഓൾറൗണ്ടർ. അവിടെ നമ്മളൊരു സിലിണ്ടർ കളഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ റിഫൈൻമെൻറ്റ് പോയി. നമുക്ക് ഐഡിൽ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ഈസിലി മേക്ക് ഔട്ട് ഇറ്റ്സ് എ 3 സിലിണ്ടർ. ആൻഡ് റെവ് ചെയ്യുമ്പോഴും യു ആർ കോൺസ്റ്റൻ്റ്ലി അവെയർ ഇതൊരു 3 സിലിണ്ടർ ആണെന്നുള്ളൊരു. ചില 3 സിലിണ്ടറുകളൊക്കെ ഇപ്പോൾ നമ്മൾ കേട്ടനാണെങ്കിൽ കൂടിയും നമുക്ക് റെവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്യാരക്ടറിസ്റ്റിക് സൗണ്ട് ഉണ്ട്. ഇതിനങ്ങനത്തെ ഒരു നല്ലൊരു സൗണ്ടൊന്നുമില്ല. നമ്മളിപ്പോൾ ആക്സിലേറ്റ് ചെയ്യുകയാണെങ്കിലും ജസ്റ്റ് എ 3 സിലിണ്ടർ ത്രം. നോട്ട് എ വെരി എക്സൈറ്റിംഗ് എഞ്ചിൻ. ലാസ്റ്റ് ജെൻ സ്വിഫ്റ്റിൽ നമുക്ക് 89 bhp ഉണ്ടായിരുന്നു, 113 Nm ഉണ്ടായിരുന്നു. ഇപ്പോൾ ടോർക്ക് വലിയ ഡ്രോപ്പ് ഇല്ല, 111.7 Nm ഉണ്ട്. പക്ഷേ യു ലൂസ് അബൌട്ട് 8 ഹോഴ്സ് പവർ. നമുക്കൊരു 80.4 ഹോഴ്സ് പവർ ഉള്ളൂ ശരിക്കും ഈ വണ്ടിക്ക്. അത് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളൊരു ബാക്ക്വേർഡ് സ്റ്റെപ്പാണ്. കാരണം ഫസ്റ്റ് ജെൻ സ്വിഫ്റ്റിനേലും കൂടുതൽ പവർ ഉണ്ടായിരുന്നു. പറയുമ്പോൾ ടെക്നോളജി ഒക്കെ ഉണ്ട്, DOHC ഉണ്ട്, VVT ഉണ്ട്. പക്ഷേ എന്നാലും സ്വിഫ്റ്റിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എഞ്ചിനായിരുന്നു. ഇപ്പോൾ അത് പോയി എന്ന് വേണം പറയാനായിട്ട്. റെവ് ചെയ്യുമ്പോഴും 6000 RPM വരെ റെവ് ഉള്ളൂ. അവിടെ നിന്ന് ഒറ്റയടിക്ക് പവർ എടുത്ത് കളയാണ്. സ്റ്റേൺ ലിമിറ്ററാണ്. നമ്മളൊരിക്കലും വിചാരിക്കില്ല അവിടെയാണ് റെവ് ലിമിറ്റർ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഷിഫ്റ്റ് ചെയ്യാനായിട്ട് മറന്നു പോകും. പെർഫോമൻസും ഇപ്പോൾസ് ഓക്കെ. 4000 RPM മുകളിലേക്കേ പുള്ള് ചെയ്യുന്നുള്ളൂ ശരിക്കും. അപ്പോൾ ആ പവർ ബാൻഡ് എത്താൻ വേണ്ടി നമ്മൾ ശരിക്കും വെയിറ്റ് ചെയ്യണം. സ്പീഡ് കയറുന്നുണ്ട്, പക്ഷെ എന്നാലും ഒരു ക്യാരക്ടർ ഇല്ല നമ്മൾ പഴയ എഞ്ചിനെ വെച്ച് നോക്കുമ്പോൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയാണ്. ഇപ്പോൾ ഹൈവേയിൽ 25 കിലോമീറ്റേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഡ്രൈവബിലിറ്റിയും വളരെ നല്ലതാണ്. നമ്മൾ ഓഫ് ക്ലച്ചൊക്കെ മൂവ് ചെയ്യാനും എടുത്ത് പോകുമ്പോഴൊക്കെ അത്യാവശ്യം റെസ്പോൺസീവ് ആണ്. ഗിയർ ബോക്സ് ഒക്കെ അത്യാവശ്യം സ്ലിക്കാണ്, ക്ലച്ചൊക്കെ ലൈറ്റാണ്. സിറ്റിയിലൊക്കെ ഓടിക്കാൻ വളരെ നല്ലതാണ്. സിറ്റിയിലാണ് പ്രിഡോമിനൻ്റ്ലി യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു AMT വേരിയൻറ്റും ഉണ്ട്. ഈ എഞ്ചിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് AMT വലിയ കുഴപ്പമില്ലാണ്ട് മെയ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ ഇൻ്റർനാഷണലി ഇവർ വിൽക്കുന്ന വണ്ടിക്ക് മൈൽ ഹൈബ്രിഡ് സിസ്റ്റം ഉണ്ട്. അത് കുറച്ചും കൂടി ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. ഈ എഞ്ചിൻ കുറച്ച് കാലം കൂടി കഴിയുമ്പോഴത്തേക്ക് ഒരു ഫുൾ ഹൈബ്രിഡ് സിസ്റ്റമായിട്ട് പെയർ ചെയ്തിട്ട് വരും. അന്നേരം ഒരു 35 കിലോമീറ്റർ മൈലേജ് ഉള്ള സമയത്ത് നമ്മൾ ഈ എഞ്ചിൻ്റെ ക്യാരക്ടറിനൊന്നും കുറ്റം പറയില്ല. ആസ് ഓഫ് നൗ സ്വിഫ്റ്റിനൊട്ട് സ്യൂട്ട് ആവുന്നില്ല. എൻ്റെ സ്വിഫ്റ്റ് അല്ല, എൻ്റെ സ്വിഫ്റ്റ് ഇങ്ങനെയല്ല. ഞാനിന്ന് ഇവിടുന്ന് എണീറ്റ് രാവിലെ നന്ദി ഹിൽസ് പോയിരുന്നു. സാറ്റർഡേ ആയതുകൊണ്ട് കുറേ ബൈക്കർമാരുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഒരുവിധം സെക്ഷൻസിലൊക്കെ അത്യാവശ്യം ഫാസ്റ്റായിട്ട് ഓടിക്കാൻ പറ്റി. എഞ്ചിൻ്റെ ക്യാരക്ടറിനോട് കുറച്ചൊന്ന് യൂസ്ഡ് ആവാൻ സമയമെടുത്തു. കാരണം നമ്മളെപ്പോഴും വിചാരിക്കുന്നതിന് മുന്നേ ഇത് 6000 RPM എത്തും. 6000 RPM ഒരു സ്റ്റേൺ ലിമിറ്ററാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഷിഫ്റ്റ് ചെയ്യാണ്ട് കുറച്ചും കൂടി RPM ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്ക് ആ ലിമിറ്ററിനെ ടച്ച് ചെയ്യും. എന്നിട്ട് അപ്പം തന്നെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അത് ഇത്തിരി സമയം എടുത്ത് അതിനോടൊന്ന് യൂസ്ഡ് ആവാം. കാരണം നമ്മുടെ മനസ്സിൽ ഇത് ഇത്തിരി കൂടി റിവ്യൂ ചെയ്യുന്നതാണ്.
പക്ഷേ ഹാൻഡ്ലിങ് കുഴപ്പമില്ല, അത്യാവശ്യം ഗ്രിപ്പിയാണ്. ആക്ച്വലി പഴയ സ്വിഫ്റ്റിൻ്റെ സെയിം ഹാൻഡ്ലിംഗ് ആണ്, അതുകൊണ്ട് ഓടിക്കാൻ അതേപോലെയൊക്കെ തന്നെയാണ്. സ്റ്റിയറിംഗ് റാക്കൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, യാതൊരു വ്യത്യാസവും ഇല്ല. ഗ്രിപ്പ് ലെവൽസ് സെയിം ആണ്. മുന്നത്തെ തേർഡ് ജനറേഷൻ സ്വിഫ്റ്റിന് ഹാൻഡ്ലിംഗ് ഉണ്ട്, പക്ഷേ എന്നാലും ആ ഒരു ഡ്രൈവിംഗ് ഫീല് കുറച്ച് കുറവാണ്. കാരണം നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ കുറച്ച് കുറവാണ്. പഴയ ഫസ്റ്റ് ജെന്നെയും സെക്കൻഡ് ജെന്നെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്റ്റിയറിംഗ് ഒന്ന് വാട്ടർ ഡൗൺ ആണ്, നമുക്ക് വേണ്ടത്ര ഫീഡ്ബാക്ക് ഒന്നുമില്ല. സ്റ്റിയറിംഗ് ആക്യുറേറ്റ് ആണ്, പക്ഷേ എന്നാലും ലൈഫ് ലെസ് ആണ്. നമുക്കൊരു സ്വിഫ്റ്റിൽ കിട്ടിയിരുന്ന ആ ഒരു പഴയ ഒരു FFSൻ്റെ ആ ഒരു ക്യാരക്ടറൊന്നുമില്ല. ടേണിനൊക്കെ അത്യാവശ്യം നല്ലതാണ്, കമ്പോസ്ഡ് ആണ്, നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട്. ഷാസിയൊക്കെ അത്യാവശ്യം റിജിഡൊക്കെയാണ്, ബോഡി റോളൊന്നുമില്ല. എന്നാൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ മറുവശത്ത് റൈഡ് ക്വാളിറ്റി നല്ലതാണ്. നമുക്ക് അത്യാവശ്യം ബംപ്സൊക്കെ നല്ല രീതിയിൽ റൈഡ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. വലിയ സസ്പെൻഷൻ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഒരുവിധം പോട്ടോൾസൊക്കെ നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ഇവർ ഈ 16 ഇഞ്ച് വീൽസ് കൊടുക്കാത്തതും ഒരു കോൺഷ്യസ് ഡിസിഷനായിട്ട് വേണം കാണാൻ. കാരണം ഇന്ത്യയിൽ റൈഡ് ക്വാളിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു തരത്തിൽ സ്വിഫ്റ്റിൻ്റെ ഈ ഫൺ ടു ഡ്രൈവ് ക്യാരക്ടർ ഡൈല്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഇവർക്ക് ഫാമിലി കാർ റോൾ ചെയ്യാനും നല്ല റൈഡ് ക്വാളിറ്റി കൊടുക്കാനും വേണ്ടിയിട്ട് അപ്പുറത്ത് കുറച്ചും കൂടി വലിയ ബെലിനോ എന്ന് പറയുന്ന ഒരു വണ്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വിഫ്റ്റ് വേണമെങ്കിൽ അവർക്കൊരു സ്പോർട്ടി ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ എന്നും വെക്കാമായിരുന്നു. പക്ഷേ ദേ ഹാവിൻ ഡൺ ദാറ്റ്. ഇതിപ്പോൾ ഇത്രയും കൂടി ഒരു എൽഡർലി ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് അവർ ഇപ്പോൾ ഈ വണ്ടി ഉദ്ദേശിക്കണമെന്ന് തോന്നുന്നു. നമുക്ക് ഓരോ സ്വിഫ്റ്റ് ഇറങ്ങുമ്പോഴും നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ജെൻ ഇറങ്ങുമ്പോഴും സെക്കൻഡ് ജെൻ ഇറങ്ങുമ്പോഴും തേർഡ് ജെൻ വരുമ്പോഴൊക്കെ പോലും നമുക്ക് ആ ഒരു മനസ്സിൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് മോഡലാണെന്നുള്ളത് നമുക്ക് എപ്പോഴും തോന്നുമായിരുന്നു. ഇതിപ്പോഴും ഇമ്പോർട്ടൻറ്റ് മോഡലാണ്. ഇപ്പോൾ മാരുതിക്ക് ഇന്ത്യയിലും സുസുക്കിക്ക് വേൾഡ് വൈഡും. എന്നാൽ ആൾക്കാരുടെ ഒരു ബൈയിങ് പ്രിഫറൻസ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആർക്കും ഹാച്ച് ബാക്കുകൾ വേണ്ട, എല്ലാവർക്കും മിനി SUVകൾ, ക്രോസ് ഓവറുകൾ പോലത്തെ വണ്ടികൾ മതി എന്നുള്ളത്. അതിപ്പോൾ വേൾഡ് വൈഡും കാണാൻ പറ്റും. ഈ ഹാച്ച് ബാക്സിൻ്റെ സെയിൽസ് അത്യാവശ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാനുഫാക്ചറേഴ്സിന് മാർജിനും കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും മാനുഫാക്ചറേഴ്സ് ഇത്തരം വണ്ടികൾ ഇറക്കൽ കുറഞ്ഞു. ഇന്ത്യയിൽ തന്നെ ലാസ്റ്റ് ഒരു ഹാച്ച് ബാക്ക് ഇറങ്ങിയത് ഐ തിങ്ക് സെലേറിയോ ആണ്. നമ്മൾ ഇതുവരെ ഈ ചാനലിൽ പല കാറുകളും ഫീച്ചർ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ ഒരു സ്മോൾ കാർ ഫീച്ചർ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്മോൾ കാർസ് ആർ എ ഡൈയിങ് ബ്രീഡ്. ഈ ഒരു സ്വിഫ്റ്റിന് ഈ ഒരു സെഗ്മെൻറ്റ് റിവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ലുക്സ് ഇഷ്ടമായോ, അതുപോലെ തന്നെ സ്വിഫ്റ്റിന് ഈ ഒരു എഞ്ചിൻ മതിയായിരുന്നോ എന്നുള്ളതും ഒക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.